ഓക്കെ ഭയങ്കര ഒരു ഇതായി തോന്നി. പക്ഷേ തിയേറ്ററിൽ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി, ഭയങ്കര എല്ലാവരും കാണുക. നല്ല എക്സ്പീരിയൻസ് ആണ് തിയേറ്ററിൽ. ഇറ്റ്സ് പ്രിറ്റി ഗുഡ്. ഭയങ്കര സന്തോഷമുണ്ട്. പട്ടാപ്പകൽ എന്ന് പറഞ്ഞ സിനിമ കണ്ടിറങ്ങുകയാണ്. സൂപ്പർ പടം എന്ന് വെച്ചാൽ 2 മണിക്കൂർ 2.5 മണിക്കൂർ ഞാൻ ചിരിച്ചതിന് എനിക്ക് എൻ്റെ ശ്വാസകോശവും എൻ്റെ കുടലും എല്ലാം കലങ്ങിയിട്ടാണ് ഞാനിപ്പോൾ ചുമച്ചുകൊണ്ടിരിക്കുന്നത്. ത്രൂ ഔട്ട് ഫൺ പാക്ക് എലമെൻറ്റ്, ന്യൂജൻ സ്റ്റൈലിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന, പ്രത്യേകിച്ചൊക്കെ ഒരു ഏതൊരു പയ്യൻ പേര് വന്ന് എന്നോട് പറഞ്ഞു സൗണ്ട് എഫക്റ്റ് ആരാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് സൂപ്പർ സൗണ്ട് മിക്സിങ്, അതിൻ്റെ എഫക്റ്റുകൾ, VFX, പിന്നെ അതുപോലെ എഡിറ്റിങ്, ക്യാമറ, ഡയറക്ഷൻ, ഒരു രക്ഷയില്ല, ഗംഭീരം, എല്ലാവരും നല്ല പെർഫോമൻസ്. ഞാനൊരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്നായിരുന്നു എൻ്റെ ഡയറക്ടർ വിളിച്ച് ചെന്നു. അപ്പോൾ പിഷാരടി ആയിട്ടുള്ളൊരു കോമ്പിനേഷനായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്താണ് സിനിമ ചെയ്തത്. എല്ലാവരും നല്ലൊരു ക്രൂ ആണ്. നല്ലൊരു സിനിമ എന്ന് വെച്ചാൽ അത് കുട്ടികൾക്ക് കാണാം, കുട്ടികൾ കണ്ട് ആസ്വദിക്കുന്ന തരത്തിലുള്ള ഫാമിലി എൻ്റർടൈനറാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും വന്ന് പട്ടാപ്പകൽ സിനിമ കാണണം. ഗംഭീര ഫിലിമാണ്. നമുക്കൊരു നഷ്ടം വരത്തില്ല. 2-2.5 മണിക്കൂർ സമയം പോണത് അറിയത്തില്ല. വയറ് കുലുങ്ങിച്ചിരിക്കാം. ഓക്കെ, താങ്ക് യു. പട്ടാപ്പകൽ ഒരു ബ്ലാക്ക് ഹ്യൂമർ സബ്ജക്റ്റാണ്. അത് മോഷണം ഒരു കലയാണെങ്കിൽ അത് പട്ടാപ്പകൽ എങ്ങനെ ചെയ്യാമെന്ന് വളരെ മനോഹരമായിട്ട് സംവിധായകൻ ചിത്രീകരിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് പുതുമുഖങ്ങൾക്ക് അവസരം കിട്ടിയ ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി. ബ്ലാക്ക് ഹ്യൂമർ നമുക്കൊരു 2-2.5 മണിക്കൂർ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സിനിമ. നന്നായിട്ടുണ്ട്. ഞാൻ എൻജോയ് ചെയ്തിരുന്നു പടം. ഇറ്റ്സ് നൈസ്, ഗുഡ്. എനിക്കതൊക്കെ പറയാനുള്ളൂ. നല്ല അടിപൊളി പടം, ഫാമിലിയായിട്ട് കാണാം, ഫ്രണ്ട്സായിട്ട് കാണാം, എങ്ങനെ വേണമെങ്കിലും കാണാം. കുഴപ്പമില്ലാത്ത പടം, അടിപൊളി. പാട്ടൊക്കെ സൂപ്പർ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനും സിനിമ വ്യക്തിയാണ്, വർക്ക് ചെയ്യുന്ന ആളാണ്. ഓക്കെ, ഞാൻ ആ പടത്തിൽ അഭിനയിച്ചിട്ടാളാണ്. എല്ലാവരും വന്ന് കാണണമെന്നേ പറയുള്ളൂ. തിയേറ്ററിൽ വന്നിട്ട് തന്നെ കാണണം. നല്ലൊരു കോമഡി പടമാണ്. നിങ്ങൾ വലിയ പടങ്ങൾ മാത്രമല്ല, ചെറിയ പടങ്ങൾ വന്ന് കാണണമെന്നാണ് പ്രേക്ഷകരോട് പറയാനുള്ളത്. പട്ടാപ്പകലുണ്ട്. പട്ടാപ്പകൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പടം ഒരു ചെറിയൊരു കോമഡിക്ക് വേണ്ടിയുള്ള, മറ്റുള്ളവർക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു പടമാണ്. പിന്നെ ആ പടത്തിൽ വെച്ചാൽ കുറേ നമ്മൾ പരിചയമുള്ള കുറേ ആളുകൾ, ഗോകുലനായാലും പിഷാരടി ആയാലും പിന്നെ സുധീകോപ്പായാലും ഇവരൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് പേരെ ഞാൻ പറയുന്ന കുറച്ച് പേരുമുണ്ട്. ഇതിൻ്റെ എടുത്തു പറയത്തക്ക ഘടകമെന്ന് വെച്ചാൽ ഇതിൻ്റെ BGM സോങ്സുമാണ്. BGM സോങ്സും നമ്മളെ ഒരു തരത്തിലും ബോറടിപ്പിക്കാത്ത രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ഷാൻ റഹ്മാൻ എന്ന മ്യൂസിക് ഡയറക്ടർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ജാസ്തി ഗിഫ്റ്റിൻ്റെ പാട്ട് നന്നായിട്ടുണ്ട്. 3 പാട്ടുകൾ നന്നായിട്ടുണ്ട്. പിന്നെ ചില സമയത്തൊക്കെ എനിക്ക് നഗരങ്ങളിൽ ചെന്ന് റാപ്പാക്കാം എന്നുള്ള ആ സിനിമയിൽ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ചില സീനുകളൊക്കെ അതിനകത്തുണ്ട്. എങ്കിലും പടം ഒരു എൻ്റർടൈൻമെൻറ്റാണ്, കൊച്ചു പടമാണ്. എനിക്കിഷ്ടപ്പെട്ടു പടം. അത്യാവശ്യം കണ്ടിരിക്കാം. നല്ല കോമഡിയൊക്കെ ഉണ്ട്, പ്രത്യേകം BGM, പിന്നെ അതിലെ ലാസ്റ്റ് അവസാന സോങ്ങൊക്കെ അടിപൊളിയാണ്. സജീർ സദാഫ് എൻ്റെ ഒരു സുഹൃത്താണ്. പുള്ളിയുടെ 2ാമത്തെ സിനിമയാണ് ഇത്. പിന്നെ അതിന് മുമ്പ് ഷോർട്ട് മൂവിയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും പടം ഓടട്ടെ എന്ന് പ്രതീക്ഷിക്കുന്ന ആൾക്കാരെത്തട്ടെ. നല്ലൊരു കോമഡി ഇതാണ്. 1 ടൈം വാച്ചിങ് ആണ്.